എൻ്റെ പേര് ജയശങ്കർ, കാളിപറമ്പിൽ, പെരുങ്ങോട്ടുകരയാണ് വീട്. ഞാൻ നിങ്ങളോട് എൻ്റെ വീട്ടിലെ കൃഷിസ്ഥലത്തിലത്തെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമായ അവക്കഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് എന്ന ഫലവൃക്ഷത്തെ പറ്റിയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു 10-20 വർഷം മുമ്പ് ഗൾഫിൽ ആയിരുന്ന സമയത്ത് അവിടെ വളരെ സാധാരണമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഫലമാണ് ബട്ടർ ഫ്രൂട്ട് അല്ലെങ്കിൽ അവക്കഡോ. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ഞാനിത് ആകസ്മികമായിട്ട് കുറച്ച് ഇതിൻ്റെ കഴിച്ചതിന് ശേഷം ഇതിൻ്റെ കുരു എൻ്റെ പറമ്പിൽ വലിച്ചെറിയുകയും 2-3 മാസം കഴിഞ്ഞപ്പോൾ അതൊക്കെ തനിയെ മുളച്ചു വരികയും അങ്ങനെ കമ്പൽസറി ആയിട്ട് ഞാൻ അറിയാതെ തന്നെ ഇതിൻ്റെ ഒരു കൃഷിക്കാരനാവുകയായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ വിക്കിപീഡിയയിൽ പോയിട്ട് നോക്കിയപ്പോൾ ഇതിന്ന് ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും അധികം കൊളസ്ട്രോൾ HDL കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കുന്നതും LDL കൊളസ്ട്രോൾ കുറയ്ക്കുന്നതായ ഒരു ബലമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ വളരെയധികം ശരീരത്തിനെ സമ്പുഷ്ടമാക്കുന്ന വളരെയധികം ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർന്നിട്ടുണ്ട് ഈ ഫലത്തിൽ. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെന്ന് വെച്ചാൽ എൻ്റെ മരം ഇപ്പോൾ ഏകദേശം ഒരു 10-15 കൊല്ലമായ മരങ്ങളാണ് എൻ്റെ പറമ്പിലുള്ളത്. ഒരു സാധാരണ തോതിലിപ്പോൾ നമുക്ക് യാതൊരു വിധ പരിചരണവും കൂടാതെ ഇത് തന്നെ ഒരു കാട്ടുമരം പോലെയാണ് എൻ്റെ പറമ്പിൽ ഇത് വളർന്നു വന്നിട്ടുള്ളത്. കുരു ഒഴിച്ചിട്ടിട്ട് ഉണ്ടാകുന്ന തൈയിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുക. ഒരു 5-10 കൊല്ലം കഴിയുമ്പോൾ ഇത് കായ്ക്കാൻ തുടങ്ങും. എല്ലാ കൊല്ലവും നല്ല ഈൽഡ് തരുന്നുണ്ട്. വെള്ളം വളരെയധികം ആവശ്യമുള്ള ചെടിയാണ്. അതുകൊണ്ട് വെള്ളം സുലഭമായിട്ട് കിട്ടാവുന്ന സ്ഥലങ്ങളിലായിരിക്കും ഇത് കൃഷി ചെയ്യുന്നത് നല്ലത്. പോരാതെ നമ്മളുടെ നാട്ടിൽ സുലഭമായിട്ട് കൃഷി ചെയ്യാൻ ചെയ്യുന്ന ഒരു ഫലമാണിത്. നമ്മുടെ ഇപ്പോഴത്തെ ഇതിൻ്റെ വില പറയുകയാണെങ്കിൽ 1 കിലോ ഈ ബട്ടർ ഫ്രൂട്ട് അവക്കഡോയ്ക്ക് ഏകദേശം 400 രൂപ ഇതിന് വിലയുണ്ട്. അപ്പോൾ അതിൻ്റെ വില ആകർഷിക്കാൻ വളരെ ആകർഷകമായ വിലയാണ് ഇതിന്. ഇപ്പോൾ സീസണിലാണെങ്കിൽ അതിന് വില കുറച്ച് കുറയും, 200 രൂപ താഴേക്ക് വരുന്നുണ്ട്. എങ്കിൽ തന്നെ കർഷകന് വളരെയധികം ആദായകരമായ ഒരു ഫലവൃക്ഷമാണ് ഇത്. ദൗർഭാഗ്യവശാലും നമ്മളുടെ കർഷകർക്ക് ആർക്കും ഇതിനെപ്പറ്റിയുള്ള അവബോധമില്ലാത്തതുകൊണ്ടാണ് ഇത് നമ്മുടെ നാട്ടിൽ ഇത് കൃഷി ചെയ്യാത്തത്. ഇതിനെ കൂടാതെ ഇതിൻ്റെ ഗസ്റ്റേഷൻ പീരീഡ്, ചെടി വളർന്ന് കായ തരാൻ ഒരു 10 കൊല്ലമെങ്കിലും എടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കൃഷിക്കാർ ഇതിൽ നിന്നും വിമുഖത കാണിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ലോങ് ടൈമിൽ ഇതിൻ്റെ ഭാവിയിൽ ഇതിൻ്റെ ഫലങ്ങളും അതിൻ്റെ മെച്ചങ്ങളെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ കൃഷിയിടങ്ങളിലും ആവശ്യമുണ്ടായിരിക്കേണ്ട ഒരു ഫലമാണ് ഇതെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാൻ എൻ്റെ ഇപ്പോൾ ഉണ്ടായുള്ള ഇതിനെപ്പറ്റി പറയാം. ഇതാണ് ഇത് പച്ച നിറത്തിലുള്ള കായാണിത്. പച്ച നിറത്തിലുള്ള കായ ഇത് പഴുക്കുന്ന ഇത് നല്ലോണം മൂത്താൽ താഴേക്ക് തന്നെത്താൻ വീഴും. അത് പഴുക്കുമ്പോൾ ഈ നിറം വരും. ഇതിൻ്റെ ഉള്ളിൽ വലിയൊരു നട്ടുണ്ടായിരിക്കും. ആ നട്ട് കളഞ്ഞിട്ട് ബട്ടർ പോലെയുള്ള സാധനം നമുക്ക് ഉപയോഗിക്കാം. അത് വളരെയധികം വളരെയധികം രീതിയിൽ ഉപയോഗിക്കാം. പാലിലടിച്ചിട്ട് നല്ല ജ്യൂസായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സലാഡിൽ ഉപയോഗിക്കാം. ഇതിൻ്റെ ഉപയോഗങ്ങൾ വളരെയധികമാണ്. നിങ്ങളെല്ലാവരും ഈ കൃഷിയിലേക്ക് തിരിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ഞാൻ ധാന്യം PKVY LRP. ഞങ്ങളുടെ യൂണിറ്റിൽ ഏറ്റവും അധികം നന്നായിട്ട് ഇപ്പോൾ ഈ അവക്കാഡോ എന്ന് പറയുന്നത് എടുത്തു കാണിക്കാൻ ഞങ്ങൾക്കുള്ള ഒരു ഉൽപ്പന്നമാണ് ഇത് നിങ്ങളുടെ എല്ലാം കർഷക സുഹൃത്തുക്കളുടെ അറിവിലേക്കായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് വീഡിയോ കണ്ടതിന് വളരെ നന്ദി.